ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു പുതിയ ഒരു ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. ഗ്രാഫ് എന്നുള്ള സെക്ഷനിലുള്ള മറ്റൊരു ടോപ്പിക്കായ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. ആ ഒരു സെക്ഷനാണ് ഇന്ന് പറയാൻ പോകുന്നത്. ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിലല്ല, ഒരുപാട് ഏരിയയിൽ നമ്മൾ ഈ പഠിക്കുന്നൊരു പ്രോബ്ലമാണ്. പല സബ്ജക്റ്റുകളിലും ഈ ഒരു ടേം പഠിക്കുന്നുണ്ട്. ഓരോ സബ്ജക്റ്റിനും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാകും. എല്ലാം ഒരുപോലെ ആയിരിക്കില്ല, പല വ്യത്യാസങ്ങളുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ ഗ്രാഫാണ് പഠിക്കുന്നത്, ഗ്രാഫിലുള്ള പ്രോബ്ലമാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെർട്ടിസസും എഡ്ജസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരിക്കും ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. അപ്പോൾ എന്താണ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ട്രാവലർ വീട്ടിൽ നിന്ന് ഒരു ട്രിപ്പ് സംഘടിപ്പിക്കുക, ഒരു ട്രിപ്പ് പോവുകയാണ്. ആ ട്രിപ്പ് പോകുന്നത് പല സിറ്റികളിലോട്ടാണ്. നമ്മൾ വീട്ടിൽ നിന്ന് തിരിച്ചിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി വരുന്ന പോലെ. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കൽ എങ്ങനെ, ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ മിനിമം കോസ്റ്റ്, അതായത് മിനിമം ഡിസ്റ്റൻസിൽ മാക്സിമം സ്ഥലം കവർ ചെയ്ത് വരിക. അത് തന്നെയാണ് കോസ്റ്റ്, അതിൻ്റെ ഒരു ഘടകമാണ്. മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം. അപ്പോൾ കോസ്റ്റും ടൈമും കുറയ്ക്കലാണ് ഉദ്ദേശം. അതേപോലെ തന്നെയാണ് ഈ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം പറയുന്നത്. മിനിമം ഡിസ്റ്റൻസിൽ മാക്സിമം സിറ്റി കവർ ചെയ്ത് വരിക. ഇവിടെ സിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെർട്ടിസസ് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന സിറ്റി, ഓരോ സിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ വെർട്ടിസസ് ആണ്. അത് ഒരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിലേക്ക് റോഡ് മാർഗ്ഗമാണ് പോകുന്നതെങ്കിൽ റോഡാണ് അവിടെ എഡ്ജായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലൊരു ചിത്രം വന്നിട്ടുണ്ടാവും. കുറേ സിറ്റികൾ പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ട് റോഡുകളാണ് എഡ്ജുകൾ, സിറ്റികളാണ് വെർട്ടിസസ്. അപ്പോൾ മാക്സിമം സിറ്റീസ് കവർ ചെയ്യുക മിനിമം ഡിസ്റ്റൻസിൽ. ഒരു സിറ്റി ഒരു പ്രാവശ്യമേ കവർ ചെയ്യാൻ പാടുള്ളൂ. അതിന് നമുക്കറിയാം, മിനിമം ടൈമിൽ എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഒരു സംഭവം കാണില്ലല്ലോ. നമ്മൾ ടൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ലേ. ഒരു ട്രിപ്പ് സംഘടിപ്പിക്കാനും ഒരു സിറ്റി ഒരു പ്രാവശ്യം കാണുക എന്നുള്ളത് തന്നെയാണ്. ആ ഒരു എയിമിലൂടെ പോവുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒപ്റ്റിമൽ പാത്ത് കണ്ടുപിടിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഒപ്റ്റിമൽ പാത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് തുടങ്ങി നമ്മൾ അടുത്തടുത്ത ഡിസ്റ്റൻസിലേക്ക് ഇങ്ങനെ പോകുന്ന ആ ഒരു ഡിസ്റ്റൻസില്ല, അതാണ് ഒപ്റ്റിമൽ പാത്ത് എന്ന് പറയുന്നത്. A traveling salesman required to visit number of cities during a trip. ഒരു ട്രാവലിംഗ് സെയിൽസ്മാൻ എന്താണ്, സെയിൽസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു സിറ്റിയിലേക്ക് ഒരു ട്രിപ്പ് സംഘടിപ്പിക്കുകയാണ്, പല സിറ്റികളിലേക്ക്. വിത്ത് ഓർഡർ ഷുഡ് ബി ട്രാവൽ ടു വിസിറ്റ് ഈച്ച് സിറ്റി വൺസ് ദെൻ റിട്ടേൺ ടു ഹോം വിത്ത് മിനിമം ഡിസ്റ്റൻസ് ട്രാവൽഡ്. അപ്പോൾ എന്താ പറയുന്നത്, അതെങ്ങനെയാണ്, ഒരു പ്രത്യേക ഇതിൽ ഓരോ സിറ്റിയും ട്രാവൽ ചെയ്തിട്ട് വീണ്ടും വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് വീട്ടിൽ നിന്ന് തുടങ്ങി വീട്ടിലോട്ട് അവസാനിക്കുക. അപ്പോൾ അതിൽ പരമാവധി സിറ്റീസ് കവർ ചെയ്യുക. ഒരു സിറ്റി ഒരു പ്രാവശ്യമേ കവർ ചെയ്യാൻ പാടുള്ളൂ. റെപ്രസെൻറ്റ് ദ സിറ്റീസ് ബൈ വെർട്ടിസസ്. സിറ്റി എന്ന് പറഞ്ഞ വെർട്ടിസസ് ആണ്. ആൻഡ് റോഡ് ബിറ്റ്വീൻ സിറ്റീസ് ബൈ എഡ്ജസ്. ഇൻ ദിസ് ഗ്രാഫ് എവറി എഡ്ജ് വിത്ത് അസോസിയേറ്റ് വിത്ത് റിയൽ നമ്പർ ഈസ് കോൾഡ് ദ വെയ്റ്റ് ഓഫ് ദ എഡ്ജ്. അതിൽ ഓരോ എഡ്ജിനെ ഡിനോട്ട് ചെയ്യുന്ന ആ നമ്പറിനെയാണ് നമ്മളെന്ന് പറയുക വെയ്റ്റ് ഓഫ് ദ എഡ്ജ് എന്ന് പറയുന്നത്. അതിലിപ്പോൾ ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ അതാണ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംഭവം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ ഇവിടെ ഗ്രാഫ് പഠിക്കുന്നതുകൊണ്ടാണ് ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് നമുക്ക് ചിത്രം വരച്ച് കാണിക്കാൻ പറ്റും. ഇപ്പോൾ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഗ്രാഫിക്കൽ നമുക്ക് അറിയുന്ന സ്ഥലം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ പോകുന്ന ഒരു സ്ഥലം തന്നെ വീട്ടിൽ നിന്ന് പോകുന്ന സ്ഥലങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും, ഒരു ഏരിയ തിരിച്ചിങ്ങനെ പറയുമ്പോൾ. അപ്പോൾ ആ ഒരു പോയ വഴി നമുക്ക് ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ രണ്ട് തരത്തിലേക്ക്, വേറെ വഴിയിലൂടെ പോകാൻ പറ്റുന്നുണ്ടാവും, രണ്ട് വെർട്ടിസസിലൂടെ പോകാൻ കഴിയുന്നുണ്ടാവും. പക്ഷെ നമ്മൾ മിനിമം ഡിസ്റ്റൻസാണ് നോക്കുക. അതാണ് ഒപ്റ്റിമൽ പാത്ത് എന്ന് പറയുമ്പോൾ തന്നെ. അങ്ങനെ നമ്മൾ പോണ വഴിയില്ലേ, വീട്ടിൽ നിന്ന് തുടങ്ങി അടുത്ത സിറ്റി, പിന്നെ അടുത്ത സിറ്റി, പിന്നെ അടുത്ത്, അങ്ങനെ എഴുതുന്ന ആ ഒരു ഓർഡറിനെയാണ് ഒപ്റ്റിമൽ പാത്ത് എന്ന് പറയുന്നത്. വെയിറ്റ് എന്ന് പറയുന്നത് ആ റിയൽ നമ്പർ, ഓരോ എഡ്ജിലും കാണുന്ന നമ്പറിനെയാണ്, അതായത് ഡിസ്റ്റൻസിനെയാണ് വെയിറ്റ് എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.